സൂക്ഷിച്ചോളണം കേട്ടോ. ടി ഒരു പണക്കാരൻ വന്നിരിപ്പുണ്ട്, വലിയ പണക്കാരനാ. ചുമ്മാ വന്നിരിക്കാനാ പറയുന്നത്, അതുകൊണ്ട് അവതരണമാ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ, നീ എന്തിനാ കരഞ്ഞാ മോനെ? അതെ, നീ ആ വഴിക്ക് പോകാനേ പാടില്ല കേട്ടോ. ജനാർദ്ദൻ ചേട്ടാ, ഈ ടിവിയിൽ ആരെങ്കിലും വന്നാൽ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ പറയണോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയില്ലേ. എന്നാലും ആര് വന്നു, എന്തിനു വന്നു എന്നൊക്കെ നീ എങ്ങനെയാ അറിയുന്നത്? അതാണ് എന്റെ ജോലി. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്നാ ഞാൻ വരട്ടെ. വാവ് അടുത്തോണ്ടായിരിക്കും, ഇവൻ ഈയിടെ ഇത്തിരി കൂടുതലാ. നീ എന്താണ് ഈ മോനെ അടിച്ചത്? പറഞ്ഞാ കേക്കണ്ടേ അച്ഛാ? ഇവൻ ടിവിയിൽ വന്ന ആളിനോട് രൂപയും വാങ്ങിച്ചോണ്ട് വന്നു. എന്തിനാ? എവിടെ രൂപ? എവിടെ? ഞാൻ അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തു. ജനാർദ്ദന് മാത്രമല്ല, നിനക്കും കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. അമ്മ മോനെ അടിച്ചോടാ, നമുക്ക് അമ്മയുടെ മൂക്കരിഞ്ഞ് ഉപ്പിലിടാൻ കേട്ടോ. എന്ത് പറ്റി? എവിടെ 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 കാണിച്ച? എന്താ പേര്? ശകുന്തള. ശകുന്തള? ശകുന്തളേ, എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ട പേരാണെന്നറിയാമോ? ശകുന്തള ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ? നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമ ഒന്നിപ്പോ കണ്ടിട്ടുണ്ട്. വിവാഹം കഴിച്ചതാണോ? ഇല്ല. മതി. എന്താ മതി മതി എന്ന് പറയുന്നത്? ഓ ഈശ്വരാ, അയ്യോ എന്റെ ശകുന്തളെ, നീ ജനിച്ചിട്ട് 2000 വർഷങ്ങളെങ്കിലും ആയിക്കാണ് കേട്ടോ. കണ്ണോമുനി മരിച്ചു, കാളിദാസൻ മരിച്ചു, അനുസൂയ മരിച്ചു, പ്രിയമള മരിച്ചു. എന്റെ ശകുന്തളെ നീ മാത്രം മരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഭ്രാന്താണോ? അതെ, പണ്ട് ശകുന്തളയെ കണ്ടപ്പോൾ ദുഷ്യന്തൻ എന്ത് സംഭവിച്ചോ അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഇപ്പോൾ ദുഷ്യന്തന്റേതാണ്. ഞാൻ ദുഷ്യന്തനാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ശകുന്തളെ നോക്ക്, ശാകുന്തളത്തിലെ പോലെ തന്നെ സംഭവിച്ചു. അവിടെ വണ്ട്, ഇവിടെ തേനീച്ച, രണ്ടും തേൻ അന്വേഷിച്ചു വന്നു, രണ്ടിനും തെറ്റുപറ്റി. ശകുന്തളയുടെ മുഖം വിടർന്ന പൂവാണെന്ന് അവർ സംശയിച്ചു. ആഹാ, വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഒരു ചേട്ടനുണ്ട്. കണ്ണുവർഷി ആളെങ്ങനെ? ആര്? അല്ല ചേട്ടനെ. ആ, ചേട്ടൻ നിങ്ങളെയൊക്കെ കാണാൻ ഇവിടെ വരും. വന്നോ? ഭാഗ്യം. ചേക്കാറ് എന്ത്? ശകുന്തള എങ്ങനെ? ദുഷന്. പിന്നെ തന്നെ സാറ് തിരക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെന്നട്ടെ. ആരാ ചോദിച്ചത്? ഇന്നലത്തെ ഒന്ന് തീർന്നോട്ടെ. കണ്ണു ഈ പത്മനാഭന് സാറിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. ഈ ടി വി വരുന്നവർക്കൊക്കെ പത്മനാഭനും വേണ്ടപ്പെട്ടവനാണ്. ഏത്? വേണ്ടപ്പെട്ടവനാണ്. എനിക്ക് വേണ്ടപ്പെട്ടവനാകണ്ട. കണ്ണു പുറത്ത്. അയ്യോ, അങ്ങനെ പറയരുത്. സുഖസൗകര്യങ്ങളാണല്ലോ താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടത്. സൗകര്യം വാച്ചത്. സുഖം സാധാരണ എന്റെ വഴിയാണ്. ഞാൻ ചോദിക്കാം. പക്ഷേ വായിച്ചത് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുടിക്കാൻ വേണോ, കിടക്കാൻ വേണോ? ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെടേ പുറത്താക്കും. രാത്രി കയറി വന്നിരിക്കുന്നു ഉപദ്രവിക്കാൻ. ഉപദ്രവിക്കാൻ? അല്ല അല്ല, ഉപദ്രവിക്കാനല്ല, ഉപദ്രവിക്കാൻ. നമുക്ക് വെളിയിൽ പോയി സംസാരിക്കണം. ആ, വെളിപ്പോ. ഞാൻ പാവപ്പെട്ട ഒരു ഡ്രൈവറാണ്. കയ്യിൽ കാശുണ്ടോ? ആവശ്യം കൂടെ അറിയിച്ചാൽ. കയ്യിൽ കാശുണ്ടോ? എന്റെ കയ്യിൽ 5 രൂപ. എന്തിനാണാവോ? എനിക്ക് മദ്യപിക്കാൻ ആശ. അയ്യോ ചതിക്കല്ലേ, ഇപ്പൊ തന്നെ കാല് നിലത്ത് നിൽക്കുന്നില്ല. അങ്ങനെ ഭൂമിദേവിയെ ഉപദ്രവിക്കാറില്ലെന്ന് തോന്നല്ലോ. മനസ്സ് വെച്ചാലുണ്ടല്ലോ, ഞാൻ വേണ്ടി വന്നാൽ പറക്കും. പണ്ടാരോ അങ്ങനെ ഒന്ന് പൊങ്ങന്നേ, അങ്ങനെ ഒന്ന് പൊങ്ങന്നേ, അങ്ങനെ ഇവിടെ നിന്ന് വീട കൊണ്ടാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. നീ വരണം എന്റെ കൂടെ. അയ്യോ, ഈ യാത്ര ശവപ്പറമ്പിൽ ചെന്നേ അവസാനിക്കുള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ
നീ എന്റെ വീട് കണ്ടിട്ടുണ്ടോ? വീടെന്നല്ല, ഞാൻ അങ്ങ് നിന്നെ ഒന്നും കണ്ടിട്ടില്ല. ആ എന്നാൽ അതൊന്ന് കാണേണ്ടതാ. ഓ, നിനക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട്. എന്നുവെച്ചാല് നീ വാടാ. ഞാൻ വരുന്നു. നീ വാ. അയ്യോ, ഞാൻ വരുന്നില്ല. അടിച്ചവൻ കൊന്നേ. ഇതാണ് നമ്മുടെ ബംഗ്ലാവ്. വാ, വാ. എടേ പെണ്ണേ, എടേ പെണ്ണേ, ആരാ അത്? നിന്റെ ചേട്ടനാടേ, ഒന്നിങ്ങ വന്നേ. ഇതേ എന്റെ ഒരു സ്നേഹിതനാണ്. ഡ്രൈവറെ, ആ 5 രൂപ എന്നെ എന്റെ വീട് തീർന്നുപോയി. ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് ഉടനെ അല്ല കേട്ടാ, ഇപ്പൊ വന്നേക്കാ. അകത്തേക്ക് വരാം. ഇരുന്നാട്ട്. ഞാൻ പകൽ വെളിച്ചത്തിൽ കണ്ട ശകുന്തളയാണ്. എന്താ, അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരു സംശയം. സംശയിക്കണ്ട, ഇതാണ് ഞാൻ. എന്റെ ചേട്ടൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. സാറ് പഴയ ശകുന്തള അങ്ങ് മറന്നേക്കും. എനിക്ക് എന്നെ മറക്കാനൊക്കൂ? ശകുന്തള മറക്കാനൊക്കൂ? ഞാനിപ്പോ ആകാശത്തിനും ഭൂമിയിലും അല്ലാത്ത പോലെയായി. സാറേ, സാറ് പറയുന്ന പഴയ ശകുന്തളയുണ്ടല്ലോ, ദുഷ്യന്തനെ കാണുന്നതിന് മുമ്പ്. ദുഷ്യന്തനല്ല, ദുഷ്യന്തൻ. ആ, അങ്ങേരെ കാണുന്നതിന് മുമ്പ് നല്ലവളായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക? നീ പറയുന്നത് ശകുന്തളയായിട്ട് സിനിമയിൽ അഭിനയിച്ച പെണ്ണിനെ പറ്റിയാണ്. സാക്ഷാൽ ശകുന്തള സാക്ഷാൽ തന്നെയായിരുന്നു. എന്നാ ഞാനും സാക്ഷാല. ഇതൊന്നും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്റെ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാ. എന്നാലും എന്റെ ശകുന്തളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, പഴയ ദുഷ്യന്തൻ സാക്ഷാലായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തത്? അതിരിക്കട്ടെ, നിങ്ങൾ സാക്ഷാലാണോ? എന്തു പറ്റി? നീ എന്നെ ഇരുത്തിക്കളഞ്ഞു കേട്ടോ ശകുന്തളെ. ഡ്രൈവറെ, ഡ്രൈവർ എന്ന് വിളിക്കരുത് കേട്ടോ. പിന്നെന്ത് വിളിക്കുന്നു? ഹാര്യപുത്ര. ഹാര്യപുത്ര. ഹാര്യപുത്ര അല്ല, ആര്യപുത്ര. ശകുന്തളെ, രാധേ, രാധേ. സാറിന്റെ അമ്മേനെ വിളിച്ചോ? സാറിന്റെ അമ്മേനെ വിളിച്ചോന്ന്? ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ രാജ. വിളിച്ചു രാധേ രാധേന്ന് ഞാൻ കേട്ടല്ലോ. ശരിയാണ് രാജ, ചിലപ്പോ ഞാൻ വിളിച്ചിരിക്കും. ഞാൻ അമ്മേനെ വിളിച്ചോണ്ട് വരട്ടെ? രാജ, ഇങ്ങോട്ട് വരൂ. ആ, രാജൻ ഇവിടെ ഇരിക്കൂ. രാജൻ എന്റെ കൂടെ ടിവിയിലേക്ക് വരുന്നു. അവിടെ ബിസ്ക്കറ്റ് ഉണ്ട്, പഴമുണ്ട്, മിഠായി ഉണ്ട്. തരുമോ? ഓ, എല്ലാം വാങ്ങിച്ചു തരാം. വരൂ. ആ രാജ, നിൽക്കൂ. ഞാൻ രാജന്റെ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. ആരുടെ? അങ്ങനെ നിന്നോണം, അനങ്ങരുത്. ഞാനൊന്ന് ഫോക്കസ് ചെയ്തോട്ടെ. ആ, ചിരിച്ചോ, അങ്ങനെ ചിരിച്ചോ, അങ്ങനെ നല്ലപോലെ ചിരിച്ചോ. രാജ, വരൂ, വീട്ടിലേക്ക് പോവാ. ഞാൻ വരില്ല, എന്റെ ഫോട്ടോ എടുക്കണം. എന്റെ ഫോട്ടോ എടുക്കണ്ട, ഒന്ന് എടുക്കണം. എന്നോട് വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല. നീ വരില്ലേ? ഞാൻ വരില്ല. എടാ, നിന്നോട് വരാനാ പറഞ്ഞത്. ഫോട്ടോ എടുക്കണം. എടാ, നിന്നോട് വരാനാ പറഞ്ഞത്. ഫോട്ടോ എടുക്കണം. മര്യാദയ്ക്ക് വീട്ടിലേക്ക് വാ.